ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസമായില്ലേ വീഡിയോ ഇട്ടിട്ട്. നോമ്പിന് വീഡിയോ ഇട്ടതാണ്, പെരുന്നാളിന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പെരുന്നാൾ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസത്തെ വീഡിയോ ഇട്ടത്. അങ്ങനെ രാവിലെ ഞാൻ ഒരു ഗ്ലാസ് ചായ ഉണ്ടാക്കി കുടിക്കുകയാണ്. അപ്പോൾ അതിന് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ദോശക്കുള്ള മാവ് അരച്ച് വെച്ചിരുന്നു, നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ചായയൊക്കെ കുറച്ച് ചൂടാറിയിട്ടുണ്ട്, കുറച്ച് മധുരം ഇട്ടിട്ട് കുടിക്കുകയാണെങ്കിൽ കട്ടൻ ചായ ഇട്ട് ഇഷ്ടം. ഈ ചായ കൊണ്ടൊന്നും തീരൂല, കുറച്ചധികം ചായ ഉണ്ടാക്കി വെക്കുന്നിട്ട് വൈകുന്നേരം വരെ കുടിക്കലാണ് എൻ്റെ പണി. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ്. ദോശയൊക്കെ ആട്ടി വെച്ചാൽ നമുക്ക് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഒരു സമാധാനമാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കൽ കഴിയുകയും ചെയ്യും. അതിലേക്കൊരു ചട്നി ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഇഡ്ഡലി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ചട്നി കൂടെ ചമ്മന്തി ഉണ്ടാക്കും കേട്ടോ. തക്കാളി ചമ്മന്തി ഉണ്ടാക്കും. ദോശയ്ക്ക് ചമ്മന്തി ഒന്നും ഉണ്ടാക്കില്ല, ചട്നി മാത്രമേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ അടുത്ത് വെച്ചിട്ടുന്ന എല്ലാവർക്കും കുടിക്കാനുള്ള ചായക്കുള്ള വെള്ളം തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഷംസുക്ക് ചായ കുടിക്കില്ല, അവർക്ക് കാപ്പിയാട്ടം ഉണ്ടാക്കുക. പിന്നെ ഉമ്മാക്കും ഉപ്പാക്കും ആദ്യം ഒരു കാൽച്ചായ പാലുള്ള ചായ ഉണ്ടാക്കി കൊടുക്കട്ടോ. അപ്പോൾ അത് വൈകുന്നേരത്ത് പാല് കൊണ്ടും, അപ്പോൾ കുറച്ച് ചായക്ക് വേണ്ടിയിട്ട് എടുത്ത് വെക്കും. അപ്പോൾ അതുകൊണ്ട് ചായ ഉണ്ടാക്കിയിട്ട് അവർക്ക് രണ്ടാൾക്കും കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഈ പണിക്കൊക്കെ നിന്നിട്ടുള്ളത്. അങ്ങനെ ചായയൊക്കെ അവിടെ റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ പെരുന്നാൾക്ക് നമ്മൾ സാധാ ചോറാട്ടം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്, നല്ല മോര് കറി. ഒരു പെരുന്നാളാന്ന് തോന്നണമെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാലേട്ടോ നമുക്ക് പഴയൊരു പെരുന്നാളിൻ്റെ ഒക്കെ ഒരു രസം കിട്ടുള്ളൂ. മോര് കറിയും പിന്നെ സ്രാവ് പൊരിച്ചത്, ബീഫ് വരട്ടിയത്, പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളക് ഇട്ടിട്ടുള്ള അച്ചാറില്ലേ, അതൊക്കെ കൂട്ടുമ്പോഴാണ് നമുക്ക് പഴയ ഒരു പെരുന്നാളിൻ്റെ ഒരു സുഖം കിട്ടുള്ളൂ. അപ്പോൾ അതാട്ടം ഉണ്ടാക്കിയിരുന്നത്. ഇനി അൽഫാമും പിന്നെ മന്തിയുടെ റൈസും ആട്ടം ഉണ്ടാക്കുന്നത് ഉച്ചക്ക്. അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ചട്നി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയിലേക്ക് ഒരു 4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളകും ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് അരച്ചെടുക്കട്ടെ. ഇത് ഇട്ടുകൊണ്ട് ചട്നി ഉണ്ടാക്കിയെടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചട്നിയൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. ചായ കുടിക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരായിട്ടാട്ടോ ചായ കുടിക്കുന്നത്. ഓരോരുത്തർക്ക് ഓരോ സമയത്താണ് ചായ. അപ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ട് തന്നെയാണ് ചായ കുടിക്കലൊക്കെ. അങ്ങനെ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് മുറ്റൊക്കെ അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ മുറ്റടിക്കലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. മഴ തലേ ദിവസമൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇനി മഴ വരുന്നുണ്ട്. അപ്പോൾ മുറ്റത്തത്തെ വെള്ളം തൊടുക്ക് പോകാൻ വേണ്ടിയിട്ട് മണ്ണൊക്കെ ഇട്ടിട്ട് അവിടെ എൻ്റെ ചെറിയ മോനും ഉപ്പയും കൂടിയിട്ട് അതൊക്കെ അവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട്. മണ്ണൊക്കെ ഇട്ടിട്ട് അവിടെ ശരിയാക്കുകയാണ്. അപ്പോൾ അതാട്ടെ നമ്മുടെ കൈപ്പക്കടിയും പടവലങ്ങയുടെ ഒക്കെ പന്തൽ ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതുപോലെ തന്നെ കിടന്ന് പോകുക കേട്ടോ. പടവലങ്ങൊക്കെ ഇപ്പോൾ ഒരുപാട് ഉണ്ടാവുന്നുണ്ട്, അങ്ങനെ കിടന്ന് പോകുന്നുണ്ട്. അങ്ങനെ അൽഫാമിൽക്കുള്ള ഉള്ളിയൊക്കെ റെഡിയാക്കി എടുക്കാണ്. ചിക്കൻ കൊണ്ടുവന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ലഡുവും വാങ്ങിയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ലഡു അങ്ങനെ എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഇന്ന് മോരുകറി വെക്കുമ്പോൾ 2 ദിവസത്തിനുള്ള മോരുകറിയാണ് വെക്കൽ. അപ്പോൾ ഇന്ന് മോരുകറിയും ബീഫും വെക്കാൻ തന്നെ വിചാരിച്ചിരുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇന്ന് മന്തി വേണം പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ചിക്കൻ കൊടുന്നതാണ്. തലേ ദിവസം മസാല പുരട്ടി വെച്ചാലായിരിക്കും അൽഫാം ഉണ്ടാക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ അത് 8:30 മണിയൊക്കെ കഴിക്കണം. അപ്പോഴാട്ടോ അത് മസാലയൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. കുറേ നേരം വെച്ചാലല്ലേ ചിക്കനിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ അൽഫാമിക്ക് വേണ്ടിയിട്ടുള്ള മസാലയൊക്കെ ഒന്ന് നന്നാക്കിയിട്ട് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ. അൽഫാമിൻ്റെ മസാല ഉണ്ടാക്കുന്നതിൻ്റെ സെപ്പറേറ്റ് വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അൽഫാമിക്ക് വേണ്ടതിൻ്റെ അരപ്പ് അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക.
1.5 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 2-3 ടേബിൾ സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. 2 ചിക്കന് ഇങ്ങനെ 6 പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടാട്ടോ കൊടുത്തിട്ടുള്ളത്. അതവിടെ കഴുകി വെച്ചിട്ടുണ്ട്. മസാല റെഡിയാക്കൽ കഴിഞ്ഞിട്ട് പിന്നെ ചിക്കൻ ഇടിച്ചിട്ട് വരഞ്ഞിട്ടാണ് ഈ മസാല ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് വേണ്ട ബാക്കിയുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നില്ല, നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഗ്രില്ലിൽ ഇട്ടിട്ടും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തവയിൽ അൽഫാം ഉണ്ടാക്കുന്ന രീതിയും കാണിച്ചിട്ടുണ്ട്. അൽഫാമും മന്തിയുടെ റൈസും ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഞാൻ ആദ്യം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഇതുപോലെ ഒന്നിങ്ങനെ കല്ലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മസാല നന്നായിട്ട് പിടിക്കും കേട്ടോ. നന്നായിട്ട് ഇടിച്ചിട്ട് ഫ്ലാറ്റാക്കി കൊടുക്കുകയാണ്. അപ്പം അത് എല്ലാതും ഇങ്ങനെ ഇടിച്ചെടുക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കുകയാണ്. മസാലയൊക്കെ നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അത് വരയലും കഴിഞ്ഞിട്ടുണ്ട്. ഇനി മസാലയിൽ ഇട്ടിട്ടൊന്ന് മസാല പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ കളറൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ അങ്ങനെ കളർ ഉപയോഗിക്കില്ല. അപ്പോൾ ഇത് മസാല തേച്ച് കൊണ്ടിരിക്കുമ്പോൾ ഓരൊക്കെ പറയുന്നുണ്ട് കളറില്ലാതെ രസം ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടിരുന്ന പോലെ കിട്ടാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ കളറുണ്ടെങ്കിൽ ചേർക്കും, ചിലപ്പോൾ ചേർക്കുള്ളൂ. അപ്പോൾ കളറിൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല. കേക്കിലേക്ക് എടുക്കുന്ന ലിക്വിഡ് കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കുറച്ചൊന്ന് വെച്ചിട്ട് കൊടുത്തിട്ട് പിന്നെ അത് മിക്സ് ചെയ്തിട്ട് അങ്ങനെ തേച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ചിക്കനിലെല്ലാം മസാല നന്നായിട്ട് തന്നെ കൈ കൊണ്ട് തേക്കുമ്പോൾ നന്നായിട്ട് തന്നെ അങ്ങനെ തേച്ച് പിടിപ്പിക്കുക. നമ്മളിപ്പോൾ കൂടുതൽ സമയം വെക്കണമില്ല, വേഗം ഉണ്ടാക്കും ചെയ്യുന്നുണ്ട്. അത് ഒരു 8:30 മണിയൊക്കെ ആകുമ്പോഴാട്ടോ അത് മസാല തേച്ചിട്ടുള്ളത്. ഇനി ഒരു 12 മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇത് ചുട്ടെടുക്കുന്നത് കേട്ടോ. അത്രയും സമയമെങ്കിലും ഇത് മസാല പിടിക്കട്ടെ. നമ്മളിത് അൽഫാമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസമൊക്കെ രാത്രി ഇതുപോലെ മസാല പുരട്ടിയിട്ട് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് പിന്നെ എടുക്കുകയാണെങ്കിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാൻ അങ്ങനെയാണ് ചെയ്യൽ. അതൊന്ന് ഇതുണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല, പിന്നെയാണ് ഇത് കൊടുന്നത്. അപ്പം അങ്ങനെ മസാല തേച്ചിട്ട് അതവിടെ അടച്ചു വെക്കുകയാണ്. അപ്പോൾ പുറത്ത് അടുപ്പ് കല്ലൊക്കെ വെച്ചിട്ടാണ് ഗ്രില്ല് ചെയ്യൽ. അപ്പോൾ ഒന്ന് നല്ലോണം മഴ വരുന്നുണ്ട്, നല്ല മഴ വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കഴിഞ്ഞിട്ടാട്ടോ അത് 12 മണിക്ക് കഴിഞ്ഞിട്ട് ഇത് ചിക്കൻ ആവാൻ നേരത്തെ തന്നെ കേട്ടോ റൈസ് ഉണ്ടാക്കി എടുക്കുന്നത്. എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ബാക്കി റൈസ് ഉണ്ടാക്കാൻ തുടങ്ങുന്നത്. റൈസിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് തക്കാളിയും പച്ചമുളകും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുറത്ത് അടുപ്പുണ്ടാക്കാൻ പറ്റില്ലല്ലോ, കല്ല് വെച്ചിട്ട് അങ്ങനെ തീയിട്ടിട്ടാണ് ഉണ്ടാക്കൽ. അപ്പോൾ ഇത് ടിന്ന് പൊളിച്ചിട്ട് ഇതിന് വെച്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ടിന്നൊക്കെ പൊളിച്ച് റെഡിയാക്കുന്നുണ്ട് കേട്ടോ. പുറത്ത് നല്ല മഴ വരുന്നുണ്ട്, അതുകൊണ്ടാട്ടോ ഇത് ഇങ്ങനെയൊക്കെ ചെയ്യണത്. അല്ലെങ്കിൽ മുറ്റത്ത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കും. അപ്പോൾ ആദ്യം ഇതുപോലെ ടിന്നിൻ്റെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിൽ കണലിട്ടിട്ട് ഇങ്ങനെ ഗ്രില്ല് വെച്ച് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അധികം പീസ് അതിൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി വീണ്ടും ടിന്നൊന്നുകൂടി പൊളിച്ചിട്ട് അതൊന്നുകൂടി അങ്ങോട്ട് പൊളിച്ചിട്ട് അത് ഇങ്ങനെ വിടർത്തി വെക്കുക കേട്ടോ ചെയ്യുന്നത്. അതിൻ്റെ മുകളിൽ ഒരു കമ്പിയൊക്കെ വെച്ച് കെട്ടിയിട്ടൊക്കെ സെറ്റപ്പ് ആക്കി തന്നിട്ടുണ്ട്. ഞാൻ ഈ ടിന്ന് പൊളിച്ചിട്ട് ടിന്ന് അവിടെ നിലത്ത് വെച്ചിട്ട് 4 പുറം ഇഷ്ടികൊക്കെ വെച്ചിട്ട് അതിൽ കണലിടാമെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ കാക്കി തീർത്ത് തന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ അതൊക്കെ റെഡിയാക്കട്ടെ. അപ്പോഴേക്കും ഞാൻ റൈസ് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ 2 കിലോ അരിയറ്റാട്ടോ മന്തിയുടെ റൈസ് ഉണ്ടാക്കണത്. അപ്പോൾ 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ ഒന്ന് കുതിർത്തി ഊറ്റി വെക്കണം. എന്നിട്ട് കുക്കർ ചൂടായിട്ട് അതിലേക്ക് 1 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 6 മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് വേണ്ട കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരപ്പ് ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഇതിലേക്ക് മന്തി മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഈ മിക്സിലേക്ക് ഇട്ടിട്ട് ഒന്നുകൊണ്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് 1.5 കിലോന്, ഇത് 10 ലിറ്ററിൻ്റെ കുക്കറാട്ടോ. അതിൽ 1.5 കിലോനാണ് വേവുള്ളൂ. 1.5 കിലോ വെച്ചാൽ തന്നെ അതിൽ അത്യാവശ്യം നിറച്ചുണ്ടാവും. നമുക്ക് 2 കിലോൻ്റെ 2 പ്രാവശ്യമായിട്ട് വെക്കണ്ടേന്ന് വിചാരിച്ചിട്ട് 2 കിലോൻ്റെ അരി അതിൽ തന്നെ ഇട്ടിട്ട് കുത്തി തിരക്കി വെക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ അതിലേക്ക് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമല്ല നമ്മൾ പാത്രത്തിൽ വെച്ചുണ്ടാക്കുക. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിൽ അരി കണക്കാക്കി എടുത്താൽ ആ പാത്രത്തിന് 1.5 പാത്രം വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ നല്ല തിളച്ച വെള്ളം തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 ഡ്രൈ ലെമനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മന്തി മസാല അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മാഗി ക്യൂബിൽ ഉപ്പുണ്ടാവും, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി അടുപ്പിൽ ഞാൻ ചിരട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കണലാക്കി എടുക്കുകയാണ്. നമുക്ക് അൽഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചാർക്കോളും ഉണ്ട്, കുറച്ച് ചിരട്ടയുടെ കണലും ഉണ്ടാക്കിയിട്ടുണ്ട് റെഡിയാക്കാനാണ്. ഇനി ഇതിലേക്ക് വേണ്ട മയോണൈസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ തക്കാളി ചട്നി ഉണ്ടല്ലോ, സാൽസ ചട്നി ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുക കേട്ടോ. മല്ലിയില, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് കുറച്ച് സുർക്ക ഒഴിച്ചിട്ടാട്ടോ അരക്കുന്നത്. ചെറുനാരങ്ങയുടെ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇവിടെ സുർക്ക ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. നമ്മൾ നേരത്തെ റൈസിലേക്ക് അരച്ചെടുത്തതിൽ പുതിനയുടെ ഇല കേട്ടോ ചേർത്തിട്ടുള്ളത്, ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ട്. മല്ലിയില അല്ല, ഇതിലേക്ക് മല്ലിയില ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക നമ്മൾ ടേസ്റ്റിനനുസരിച്ചിട്ട്. അത് മല്ലിയില കുറച്ച് അധികം ഇട്ടുകൊണ്ടാട്ടോ ഈ കളറ്. അപ്പോൾ നമ്മുടെ അൽഫാം ഉണ്ടാക്കാനുള്ള സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. തിന്നുകൊണ്ട് കട്ട് ചെയ്തിട്ടുണ്ടാക്കില്ലേ. അപ്പം ഇനി കണൽ റെഡി ആയിട്ട് ഇനി ഇതിലേക്ക് കോരിയിടട്ടെ. അപ്പോൾ അതിലേക്ക് കണലൊക്കെ റെഡിയാക്കി എടുക്കുകയാണ്. കുറച്ച് ചാർക്കോളും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൈസ് ഒറ്റ വിസിൽ വന്നാൽ മതി കേട്ടോ. കുക്കറിൽ 1 വിസിൽ വന്നാൽ അപ്പോൾ തന്നെ അത് ഓഫാക്കിയിട്ട് ഇനി ഇത് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഇതിൽ വേവാൻ സ്ഥലമില്ലാത്ത കാരണം തന്നെ ഒന്നിങ്ങോട്ട് ഒട്ടിപ്പിടിച്ച പോലെ ഉണ്ട് കേട്ടോ. അതിങ്ങനെ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, കുറച്ച് റെഡ് കളറും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് പച്ചമുളക് ഇങ്ങനെ കുത്തി ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കണലിട്ടിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് പുകച്ചെടുക്കണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്ന് പുകച്ചെടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പുക വരുന്നതോടുകൂടി തന്നെ അതാണ്ട് അടച്ചു വെക്കുക. അപ്പം ഇനി അതവിടെ ഇരിക്കട്ടെ. നമ്മൾ അൽഫാമൊക്കെ ഇവിടെ റെഡിയാക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ട് നല്ല സെറ്റപ്പിൽ കിട്ടിയിട്ടുണ്ട്. നമ്മൾ ടിന്നൊക്കെ കട്ട് ചെയ്തിട്ട് അപ്പോൾ അൽഫാമും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.